പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്ന് ഡൽഹി ഗോൾഡാക്കാന എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് സെക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിക്കുന്നു. CBSEയുടെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. മതനേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ബൽറാം നെടുങ്കടിയാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ് ഫ്രം കോഴിക്കോട്. എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം? എങ്ങനെയാണ് ക്രമീകരണം? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. പ്രധാനമന്ത്രി വൈകിട്ട് 6 മണിക്കാണ് ഡൽഹി സെക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിക്കുന്നത്. ഗോൾഡഗാന സെക്രഡ് ഹാർട്ട് ദേവാലയം എന്നുള്ളത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രമുഖർ സന്ദർശിച്ച ഒരു ദേവാലയമാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി ഈ ദേവാലയം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും അതിനായി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിൽ സുരക്ഷാ പരിശോധനകൾ, പ്രാഥമികമായ സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഈ കഴിഞ്ഞ 2022 ഈസ്റ്റർ ദിനത്തിലും പ്രധാനമന്ത്രി ഈ ദേവാലയം സന്ദർശിക്കുകയും ഇവിടെ ഒരു ദേവദാരു വൃക്ഷം നടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവിടെ കൂടിയിരുന്ന മറ്റ് ആളുകളെയെല്ലാം അഭിസംബോധന ചെയ്ത ശേഷമാണ് പ്രധാനമന്ത്രി അന്ന് മടങ്ങിയത്. ഇത്തവണയും പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് CBCIയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രി CBCI ഭാരവാഹികൾ അടക്കമുള്ളവർ കൂടാതെ മറ്റ് മത അധ്യക്ഷന്മാരുമായി മറ്റും അദ്ദേഹം സംസാരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒട്ടേറെ പ്രമുഖർ സന്ദർശിച്ച ഒരു ദേവാലയം കൂടിയാണ് ഈ സെക്രഡ് ഹാർട്ട് ദേവാലയം എന്നുള്ളത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ സന്ദർശനം നടത്തിയ ഘട്ടത്തിൽ ഇവിടെ ഒരു ദേവദാരു വൃക്ഷം നട്ടിരുന്നു. കൂടാതെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രിമാരായിരുന്ന ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അടക്കമുള്ളവർ സന്ദർശനം നടത്തിയ ഒരു ദേവാലയമാണ് ഈ സെക്രഡ് ഹാർട്ട് ദേവാലയം എന്നുള്ളത്. പ്രധാനമന്ത്രി ഈസ്റ്റർ ദിനത്തിൽ സന്ദർശിച്ച ഘട്ടത്തിൽ അദ്ദേഹം നട്ട ദേവദാരു വൃക്ഷം ഈ പുൽക്കൂടിന്റെ പുറകിലായിരുന്നു അന്ന് അദ്ദേഹം ഈ ദേവദാരു വൃക്ഷം നട്ടിരുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തോട് അടുക്കുന്നതിനായുള്ള നീക്കം BJP നടത്തുന്നതിനിടെയാണ് ഈ സന്ദർശനമെങ്കിലും ഇത്തവണ CBCI തന്നെ ക്ഷണിച്ചതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ വിളിച്ച ഈ ക്രിസ്മസ് ആഘോഷ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ഒട്ടേറെ മത നേതാക്കൾ, ക്രിസ്ത്യൻ സഭാ അധ്യക്ഷന്മാർ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ പോയതാണ് പോരുന്നതാണ്. ഓക്കെ, അപ്പോൾ പോരുന്നതാണ്. അപ്പം ഇക്കുറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആഘോഷങ്ങൾ എല്ലായിടത്തും തുടങ്ങുകയാണ്. ആഘോഷങ്ങൾ മാത്രമാണോന്നറിയില്ല, ഉണ്ടല്ലോ ചെറിയ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ നേരത്തെയുള്ള സ്നേഹ സന്ദേശയാത്ര, അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ പോകുന്ന BJPയുടെ പൊളിറ്റിക്കൽ പരിപാടിയൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായുള്ള പ്രധാനമന്ത്രി അത് വേറെയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് പോകുന്നത്. കോഴിക്കോട് ബീച്ചിലാണ് ഇരിക്കുന്നത്. നടക്കാറിയാണോ? പേരെങ്ങനെ? കബീർ. എല്ലാ ദിവസവും നടക്കും? ചില ദിവസം വരാറുണ്ട്. വീട് കോഴിക്കോടനാ? മലപ്പുറത്തെ വീട്. ടാക്സിയിലാണ്. ഇവിടെ ടാക്സിയിൽ വന്നത്. പേരെന്താ? എൻ്റെ പേര് ഷിഹാബ്. എവിടുന്നാ? കൊണ്ടോട്ടി. രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങി? ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ബാംഗ്ലൂർ വീട്. ജനിച്ച് വളർന്നത് തിരുവനന്തപുരം. ബാംഗ്ലൂർ പോയി ഒരു 40 years ആയി. 40 വർഷമായിട്ട് പ്രവാസി മലയാളി എന്നൊന്നും പറയാനില്ല. ബാംഗ്ലൂരാണ് പ്രവാസം. ജീവിക്കാൻ അവിടെ ഒരു മാർഗം കിട്ടി, അങ്ങനെ അവിടെ ജീവിക്കുന്നു. ബാംഗ്ലൂർ ജീവിക്കാനുള്ള മാർഗം എന്താ? ബാംഗ്ലൂരിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ജോലിക്ക്, വളരാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഞാനൊരു മാനേജ്മെന്റ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. അതിനൊക്കെ നല്ലത് കോഴിക്കോടാണോ? കേരളം എന്നും മനോഹരമായ കേരളമാണ് എൻ്റെ കേരളം. എല്ലാ രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റേതായ അതിൻ്റേതായ ബ്യൂട്ടി ഉണ്ട്. അതിനെ എൻജോയ് ചെയ്യുക. രാവിലെ വെറുതെ ബീച്ച് കാണാൻ, നടക്കാൻ, അമ്പലത്തിൽ പോകണം, അതൊക്കെയാണ് പരിപാടികൾ. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അങ്ങനെ കുറേ അധികം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവിടെ ബീച്ച് ക്ലീനിങ് നടക്കുന്നുണ്ട്. അവിടെ ഓരോരോ വ്യായാമ മുറകളെല്ലാം നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും സജീവമായി കേരളത്തിൽ നിൽക്കുന്ന ഏറ്റവും ആക്റ്റീവ് ബീച്ചുകളിൽ ഒന്നേതെന്ന് ചോദിച്ചാൽ പക്ഷേ കോഴിക്കോട് ബീച്ചായിരിക്കും. രാവിലെ തന്നെ പ്രഭാതത്തിൻ്റെതായ എല്ലാവിധ സജീവതയും എല്ലാവിധ ഊർജ്ജവും നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിൽ പ്രകടമായി കാണുകയും ചെയ്യാം.